ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് തക്കാളി മുരിങ്ങക്കായ ഒഴിച്ചുകറിയുടെ റെസിപ്പിയാണ്. ഇതിപ്പോൾ ഞാൻ തക്കാളി അതുപോലെ മുരിങ്ങക്ക മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ തുവരപ്പരിപ്പ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു 1/4 കപ്പ് തുവരപ്പരിപ്പും കൂടി ചേർത്തിട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഉണക്കച്ചമ്മീൻ വേണമെങ്കിൽ ചേർക്കാം. അതൊന്ന് ഫ്രൈ ചെയ്തിട്ട് ഇതിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം നമുക്ക് ഒരു സവാളയുടെ പകുതി ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. പകുതി എടുത്താൽ മതി, മുഴുവനായിട്ട് എടുക്കണ്ട. മുഴുവനായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിക്കൊരു മധുരം ഫീൽ ചെയ്യും. പിന്നെ 2 പച്ചമുളകും അതുപോലെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു 2 തക്കാളി അരിഞ്ഞതും പിന്നെ 2 മുരിങ്ങക്കോല് പീസാക്കിയത് ഇട്ട് കൊടുക്കാം. പിന്നെ സവാളയ്ക്ക് പകരം വേണമെങ്കിൽ ചെറിയുള്ളി എടുത്താലും മതി, അതാകുമ്പോൾ കുറച്ചുകൂടെ നല്ലതാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അതുപോലെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം അധികം കൂടണ്ട. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം അടുപ്പ് കത്തിച്ച് കൊടുക്കാം. ഇതിന് നമുക്ക് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അപ്പം ഞാനിവിടെ 1/2 കപ്പ് തേങ്ങ ചിരകിയതാണ് എടുത്തിരിക്കുന്നത്. തേങ്ങ ചിരകിയതിൻ്റെ അളവ് കൂടണ്ട. കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ കറിക്കൊരു മധുരം ഉണ്ടാവും. പിന്നെ ഒരു 4 ചെറിയുള്ളി, അതുപോലെ വെളുത്തുള്ളി ഒറ്റ അല്ലി എടുത്താൽ മതി. കൂടുതൽ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കും. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും 1/4 ടീസ്പൂൺ ചെറിയ ജീരകം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇനി നമുക്ക് നമ്മുടെ തക്കാളി അതുപോലെ മുരിങ്ങക്കോലൊക്കെ വെന്തിട്ടുണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മുരിങ്ങക്കോലും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കാം. പിന്നെ നമ്മളിതിൽ വെള്ളം ഇനിയും ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ. പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത്. അങ്ങനെയാകുമ്പോൾ നമ്മുടെ കറിയുടെ ആ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. ഇനി അരപ്പ് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇതിന് നമുക്ക് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്താൽ മതി. നമ്മളിത് തിളപ്പിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ തേങ്ങയൊക്കെ പിരിഞ്ഞു വരും. അതുകൊണ്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊന്ന് കാച്ചി ഒഴിക്കണം. അപ്പോൾ നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇനി ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നാടൻ കറി ആയതുകൊണ്ട് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് തീ ഒന്ന് കുറച്ച് കൊടുക്കാം. അതിനുശേഷം അരിഞ്ഞ് വെച്ചിരിക്കുന്ന കുറച്ച് ചെറിയുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്കൊരു 2-3 വറ്റൽമുളകും അതുപോലെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിന് നന്നായിട്ടൊന്ന് ഇളക്കി ഒഴിച്ച് കൊടുക്കാം. നമുക്ക് തീ ഓഫ് ചെയ്യാം. താളിച്ചത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ നാടൻ തക്കാളി മുരിങ്ങക്ക ഒഴിച്ചുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ പുതിയതായിട്ട് എൻ്റെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.